ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 9-ന് പ്രഖ്യാപനം വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 9-ന് നടക്കുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പത്രികാ സമർപ്പണം ഈ മാസം 21 വരെ ആയിരിക്കും. ഓഗസ്റ്റ് 7 മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. തെരഞ്ഞെടുപ്പ് 9-നാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. പുതിയ ഉപരാഷ്ട്രപതിക്കായുള്ള തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 9-ന് നടക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിവസം ഓഗസ്റ്റ് 7 മുതൽ ആരംഭിക്കാമെന്നാണ് വരുന്നത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് സെപ്റ്റംബർ 9-ന് നടക്കുക. വലിയ അനിശ്ചിതത്വങ്ങളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. ധൻഖറിന്റെ രാജിയെ തുടർന്നുണ്ടായ വിവാദങ്ങളുമെല്ലാം കണ്ടതാണ്. വലിയ ആരോപണങ്ങൾ പ്രതിപക്ഷം ഇതിന്മേൽ ഉയർത്തിയിട്ടുമുണ്ടായിരുന്നു. BJPയുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം രാജിവെച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇനിയിപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 9-നായിരിക്കും തെരഞ്ഞെടുപ്പ്. ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിരിക്കുന്നു. 9-നായിരിക്കും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അസാധാരണമായ ഒരു സാഹചര്യത്തിൽ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖർ രാജിവെച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുന്നത്. സെപ്റ്റംബർ 9-നാണ് വോട്ടെടുപ്പും വോട്ടെണ്ണലും എന്നാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള വിവരം ലഭ്യമാകുന്നത്. സെപ്റ്റംബർ 9-ന് വോട്ടെടുപ്പും വോട്ടെണ്ണലും നടക്കും. ഓഗസ്റ്റ് 7 മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഓഗസ്റ്റ് 21-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്നുമാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും സെപ്റ്റംബർ 9-ന് വോട്ടെടുപ്പും വോട്ടെണ്ണലും നടക്കും. രാജ്യത്ത് മുഴുവനുള്ള MP-മാരും MLA-മാരും ചേർന്നായിരിക്കും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുക്കുക എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ BJP സംബന്ധിച്ചും പ്രതിപക്ഷത്തെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. BJP സംബന്ധിച്ച് BJP നാമനിർദ്ദേശം ചെയ്തിരുന്ന വ്യക്തി ഉപരാഷ്ട്രപതിയായിരുന്നു ജഗദീപ് ധൻഖർ. അദ്ദേഹം രാജിവെച്ചത് BJP സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുക്കാൻ തീരുമാനമാകുകയും തീയതി നിശ്ചയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരാളെ തീരുമാനിക്കുക എന്നുള്ളത് BJP സംബന്ധിച്ച് വളരെ നിർണായകമായ കാര്യം തന്നെയാണ്. ആ ഘട്ടത്തിൽ നിരവധി പേരുകൾ ഉയർന്നു വന്നിരുന്നതാണ്. നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ശശി തരൂർ മുതൽ JP നദ്ദ വരെയുള്ള ആളുകളുടെ പേരുകളും ഇപ്പോൾ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗിന്റെ പേരും എല്ലാം അക്കാര്യത്തിൽ ഉയർന്നു വന്നിരുന്നു. JDU അടക്കമുള്ള ആളുകൾ നിതീഷ് കുമാറിനെ ഉപരാഷ്ട്രപതിയാക്കണമെന്ന ആവശ്യമായി മുന്നോട്ട് വന്നിരുന്നു. അങ്ങനെ BJP സംബന്ധിച്ചും NDA സംബന്ധിച്ചും വളരെ നിർണായകമാണ്. കാരണം രാജ്യസഭയിലും ലോക്സഭയിലും എല്ലാം വലിയ ഭൂരിപക്ഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും BJPക്ക് അവർ നിർദ്ദേശിക്കുന്ന ആളെ, NDAക്ക് അവർ നിർദ്ദേശിക്കുന്ന ആളെ തെരഞ്ഞെടുക്കാനുള്ള സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും BJP സംബന്ധിച്ച് പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യത്തിൽ, അസാധാരണമായ സാഹചര്യത്തിൽ ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 9-നാണെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഓഗസ്റ്റ് 7 മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാമെന്നും അറിയിപ്പുണ്ട്. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.